ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഗൈസ്, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ അകത്ത് പുതിയ അപ്ഡേറ്റ് വന്നു. ഇപ്പോൾ നമ്മുടെ ഫോൺ എടുത്ത് നോക്കിയാൽ RGS ടൂളിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പുതിയൊരു ആപ്പ് കാണാൻ പറ്റും, കാർ മോഡിഫിക്കേഷൻ എന്നും പറഞ്ഞ്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാറിൻ്റെ അലോയ്സൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ ഗൈസ്. ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് അലോയ്സും അതിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ആവും കേട്ടോ ഗൈസ്. ഇതുണ്ടല്ലേ. പിന്നെ നമ്മുടെ വണ്ടിയുടെ കളറ് മാറ്റാൻ പറ്റും. അത് നേരത്തെ ഉള്ളതാണ്, പക്ഷേ ഇപ്പം നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം. ഇതുണ്ട്, താഴെ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത കളറ് ഏത് വേണമെങ്കിലും ഇടാൻ പറ്റും കേട്ടോ ഗൈസ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കളറുകളേ ഉള്ളൂ ഗൈസ്. ഇതാകുമ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഇടാം. ഇതിൻ്റെ അകത്താണെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കളറുകളല്ലേ ഗൈസ് ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളർ ഇട്ടിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ അലോയ്സ് മാറ്റി. ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ ഗെയിമിൽ വന്നേക്കണ പുതിയ കാർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം. പിന്നെ ഗൈസ്, നമുക്ക് ടയറുകൾ വേണമെങ്കിൽ ഹൈഡ് ചെയ്യാനും പറ്റും. ഇതുണ്ടല്ലേ, ഇപ്പോൾ വണ്ടിക്ക് ടയറില്ല, പക്ഷെ വണ്ടി ഓടണുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഈ ടയർ തിരിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ റീസെറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ശരിയാവും, പഴയതുപോലെ ആവും കേട്ടോ ഗൈസ്. ഇതുണ്ടല്ലേ, ഇപ്പോൾ ഒറ്റ ടയർ പോലും ഇല്ല. നമ്മുടെ വണ്ടിയുടെ പുറകിൽ നിന്ന് സ്റ്റെപ്പിന് ടയർ വരെ കാണാനില്ല. ഏതായാലും കൊള്ളാട്ടോ ഗൈസ്. പിന്നെ ഗൈസ്, നമ്മുടെ ഗെയിമിൽ വന്നേക്കണ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ വീടാണ് കേട്ടോ. ഇത് നമ്മുടെ വില്ലേജിൻ്റെ കുറച്ച് അടുത്തൊക്കെ ആയിട്ടാണ് ഉള്ളത്. ഇത് അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ ഗൈസ്. വലിയ മിറ്റമൊക്കെ ഉണ്ട്. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആണ്. അതേതായാലും നൈസായിട്ടുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഗൈസ് ഇതുണ്ടല്ലോ, ഇവിടെ സോഫയും ടേബിളൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഇത് സിംഹത്തിൻ്റെ ഫോട്ടോയും വേറെ കുറച്ച് ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരു സോഫയുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഗൈസ്, ഇവിടെയാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള സ്റ്റെപ്പുള്ളത്. ഈ സ്റ്റെപ്പും കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇതുണ്ടല്ലോ, ഇത് എയറിൽ വെക്കണ സ്റ്റെപ്പാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഒരു മുറിയുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഒന്നുമില്ല. ഇത് മൊത്തം കാലിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഈ വീട്ടിൽ നിറച്ച് ഗ്ലാസ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, പുറത്തോട്ടൊക്കെ കാണാൻ പറ്റും. ഇവിടെ പിന്നെ PC ഉണ്ട്. ഈ പൊട്ടനാണെങ്കിൽ മുകളിലോട്ട് കയറി പോയിട്ടോ ഗൈസ്. ഇതേ പിന്നെ മുകളിലോട്ട് കയറി ഗൈസ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ കയറണേ. അയ്യോ, ഓക്കെ ഗൈസ്, ഇപ്പോൾ 2 പ്രാവശ്യം കയറിയുണ്ട് മുകളിലോട്ട്. ഇനി നമുക്ക് മര്യാദയ്ക്ക് പോവാം ഗൈസ്. ഇവിടെ ആണെങ്കിൽ ബെഡുണ്ട്, പിന്നെ ഫാനുണ്ട്. ഇതേ ഗൈസ് പിന്നെ മുകളിലോട്ട് കയറണം. ഇതെന്താണ് ഗൈസ്, ബഗ്ഗാണോ? ഇവനിപ്പോൾ കുറേ പ്രാവശ്യം മുകളിലോട്ട് കയറി കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ ഒരു ഫാനുണ്ട്. ഈ ഫാൻ നമുക്ക് കറങ്ങുമെന്ന് നോക്കാം. പഴയ വീട്ടിൽ ഫാനോണെന്ന് RGS ടൂളിൽ അടിച്ചാൽ ഫാൻ കറങ്ങും. ഇല്ല ഗൈസ്, ഈ വീട്ടിൽ കറങ്ങണില്ല. പിന്നെ ഇവിടെ TVയും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു വിൻഡോയൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഏതായാലും കൊള്ളാം. ഇവിടെ പിന്നെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ ഗൈസ് നമ്മുടെ വീട്ടിൽ ഉള്ളത്. പിന്നെ നമ്മുടെ ഗെയിമിൽ പുതിയ NPC വന്നിട്ടുണ്ട്. സാധാ നമ്മൾ ബോയ് എന്ന RGS ടൂളിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NPC ആയിരിക്കും തന്നെ കണ്ടോ ഗൈസ്. പിന്നെ ഗേളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പെണ്ണും വരും. അപ്പോൾ പുതിയ അപ്ഡേറ്റിനകത്ത് 2 NPCകൾ വന്നിട്ടുണ്ട് പുതിയതായിട്ട്. അതിനായിട്ട് നമ്മൾ ആദ്യം ഗേൾ 2 എന്ന് അടിക്കാം കേട്ടോ ഗൈസ്. ഗേൾ 2 എന്ന് അടിക്കുമ്പോൾ അതേ ഇവിടെ വേറൊരു പെണ്ണ് വരും. ഇതാണ്ടോ ഗൈസ് നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ വന്ന പുതിയ NPC. കണ്ടോ ഗൈസ്. എന്നെ അടിക്കാറായാ? എന്നെ തീർത്ത് കളഞ്ഞാണ്ട്. ആ പൊട്ടനാണെങ്കിൽ വണ്ടിയിൽ ചുമ്മാ പോയി ഇടിച്ച് ചത്തു. പിന്നെ ഗൈസ്, ബോയ് 2 എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു NPC കൂടെ വരും. കണ്ടോ ഗൈസ്, ഇതാണ് പുതിയ NPC. ഇതുണ്ടല്ലേ, ഇവനെ നമുക്ക് ഇടിച്ച് പഞ്ഞിക്കിടാം. ഇതേ പിടിച്ചോ, ഇന്നാ പിടിച്ചോ, ചാവടാ. ഓക്കെ ഗൈസ്, അവനെ കൂടെ നമ്മൾ കൊന്നു ഗൈസ്. നമുക്ക് ഒന്നും കൂടെ ബോയ് 2 എന്ന് അടിച്ചു നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവർ വേറെ ഡ്രസ്സാണ് ഇട്ടേക്കണേ. നമുക്ക് ഗേൾ 2 എന്ന് അടിച്ചു നോക്കാം കേട്ടോ ഗൈസ്. കണ്ടില്ലേ, ഇപ്പോൾ ഇവർ വേറെ ഡ്രസ്സ് ആക്കി വിടണേ. ഇത് കൊള്ളാലോ, ഇത് കളർഫുള്ളാലോ ഗൈസ് സംഭവം. കളർഫുൾ NPC. ഗൈസ്, അടുത്ത സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നമ്മുടെ ഗെയിമിലെ പുതിയ 2 ക്യാരക്ടേഴ്സും കൂടെ വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ PM13 അടിക്കണം കേട്ടോ ഗൈസ്. എന്നിട്ട് നമ്മൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. അന്നേരം കണ്ടില്ല ഗൈസ്, നമ്മൾ ആദ്യം കണ്ട ആ ഗേൾ NPC ഇവിടെ വന്നിട്ടുണ്ട്.
നമുക്കിതിൻ്റെ ഫേസ് ഒന്ന് ഡ്രോൺ വെച്ച് നോക്കി നോക്കാം കേട്ടോ ഗൈസ്. അതെ ഗൈസ്, ഇത് ആ NPC തന്നെയാണ്. ഇതാണ് നമുക്ക് പുതിയ ക്യാരക്ടറായിട്ട് കിട്ടിയേക്കണേ. കൊള്ളാട്ടോ ഗൈസ്. പിന്നെ ഗൈസ് ഒരെണ്ണം കൂടെ ഉണ്ട്. PM14 അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ക്യാരക്ടറും കൂടെ വരും. എന്നിട്ട് നമുക്ക് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ ഗൈസ്, ആദ്യം നമ്മൾ കണ്ട ആ ബോയ് NPC ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രോൺ വെച്ച് നോക്കാം ഗൈസ്. ഇതാ ബോയ് 2 എന്ന് അടിക്കുമ്പോൾ കിട്ടുന്ന NPC തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ പുതിയ അപ്ഡേറ്റിൽ വന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ കാണാം.